അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു അത്ഭുതമാണ് പരിശുദ്ധ കഅബയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ല്. ഈ സ്വർഗീയ കല്ലിന്റെ ഉത്ഭവവും പ്രാധാന്യവും നൂറ്റാണ്ടുകളായി ഗവേഷകരെ കൗതുകപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം വിശ്വാസികൾ ഹജ്ജിന്റെ ഭാഗമായി ഈ കല്ലിനെ സ്പർശിക്കാനും ചുംബിക്കാനും തിക്കിത്തിരക്കുന്ന ദൃശ്യങ്ങൾ ലോകമെമ്പാടും കാണാം. എന്നാൽ ഈ കല്ലിന്റെ ഉറവിടം കണ്ടെത്താൻ ശാസ്ത്രലോകം നടത്തിയ ശ്രമങ്ങൾ ഇന്നും പലപ്പോഴും നിഗൂഢതയിൽ തുടരുന്നു. ഇസ്ലാമിൽ ഹജറുൽ അസ്വദിന് അതുല്യമായ സ്ഥാനമുണ്ട്. ഹദീസുകൾ പ്രകാരം ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹജറുൽ അസ്വദും മഖാമു ഇബ്രാഹിമും സ്വർഗത്തിൽ നിന്നുള്ള രണ്ട് മരതക കല്ലുകളാണ്. അല്ലാഹു അവയുടെ പ്രകാശം കെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവ കിഴക്കിനെയും പടിഞ്ഞാറിനെയും പ്രകാശപൂരിതമാക്കുമായിരുന്നു. മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാലിനേക്കാൾ വെളുത്തതായിരുന്നു. എന്നാൽ മനുഷ്യരുടെ പാപങ്ങളുടെ സ്വാധീനം കാരണം അത് കറുത്തുപോയി. അന്ത്യനാളിൽ ഈ കല്ലിന് നാവും ചുണ്ടുകളും ഉണ്ടാകുമെന്നും അർഹമായ രീതിയിൽ അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി സാക്ഷ്യം പറയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഹജറുൽ അസ്വദിന്റെ ശ്രേഷ്ഠതയും മഹനീയതയും വ്യക്തമാക്കുന്നു. ഹജറുൽ അസ്വദിന്റെ ഉത്ഭവം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവർ മുന്നോട്ടുവച്ച സിദ്ധാന്തങ്ങൾ പലതും തെളിവുകളുടെ അഭാവത്തിൽ പരാജയപ്പെട്ടു. ചില പ്രധാന സിദ്ധാന്തങ്ങൾ ഇവയാണ്. ഉൽക്കാശില സിദ്ധാന്തം. 1857 ഭൂവിജ്ഞാന ശാസ്ത്രജ്ഞനായ പോൾ പാർച്ച് ഹജറുൽ അസ്വദ് ഒരു ഉൽക്കാശിലയാണെന്ന് വാദിച്ചു. എന്നാൽ പരീക്ഷണങ്ങളിൽ ഈ കല്ലിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള സവിശേഷത കണ്ടെത്തി. സാധാരണ ഉൽക്കാശിലകൾക്ക് ഉയർന്ന സാന്ദ്രതയുള്ളതിനാൽ അവ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഈ കണ്ടെത്തൽ ഈ സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞു. പ്യൂമിസ് കല്ല് സിദ്ധാന്തം. ചില ശാസ്ത്രജ്ഞർ ഹജറുൽ അസ്വദ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ രൂപപ്പെട്ട പ്യൂമിസ് കല്ലാണെന്ന് കരുതി. എന്നാൽ അറേബ്യൻ ഉപദ്വീപിലെ അഗ്നിപർവ്വതങ്ങളിൽ പ്യൂമിസ് കല്ലുകൾ രൂപപ്പെടുന്നില്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചതിനാൽ ഈ വാദവും നിലനിന്നില്ല. ഇംപാക്ടൈറ്റ് സിദ്ധാന്തം. സ്വീഡിഷ് ജിയോളജിസ്റ്റ് എലിസബത്ത് തോംസൺ ഹജറുൽ അസ്വദ് ഒരു ഉൽക്കയുടെ ആഘാതത്തിൽ രൂപപ്പെട്ട ഇംപാക്ടൈറ്റ് കല്ലാണെന്ന് വാദിച്ചു. സൗദി അറേബ്യയിലെ വബാർ ക്രേറ്ററിൽ ഇത്തരം കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വബാർ ക്രേറ്റർ 1704 രൂപപ്പെട്ടതാണ്. അതേസമയം കഅബയുടെ നിർമ്മാണം അതിനും 40 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതിനാൽ ഈ സിദ്ധാന്തവും പൊളിഞ്ഞു. പ്രായം നിർണയിക്കാനുള്ള ശ്രമങ്ങൾ. ചില ശാസ്ത്രജ്ഞർ ഹജറുൽ അസ്വദിനെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കല്ലായി കണക്കാക്കി. എന്നാൽ അതിന്റെ പ്രായം കൃത്യമായി നിർണയിക്കാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിന് സമാനമായ മറ്റൊരു കല്ല് ഭൂമിയിൽ കണ്ടെത്താനായിട്ടില്ല. 2021 സൗദി അറേബ്യ ഹജറുൽ അസ്വദിന്റെ 49,000 മെഗാപിക്സൽ റെസല്യൂഷനിലുള്ള അത്യുപരി വ്യക്തതയുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടു. 50 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഈ ചിത്രങ്ങൾ പകർത്തിയത്. ഈ സ്വരചിഹ്നം റങ്ങളിൽ ഹജറുൽ അസ്വദിന്റെ മനോഹരമായ ഘടന വ്യക്തമായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് വെളുത്ത നിറത്തിൽ ഇറങ്ങിയതാണെന്നും മനുഷ്യരുടെ പാപങ്ങളാൽ കറുത്തുപോയതാണെന്നും ഈ ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഹജറുൽ അസ്വദിന്റെ ചെറിയ കഷണങ്ങൾ തുർക്കിയിലെ ഇസ്താംബൂളിലെ സുലൈമാനിയ മസ്ജിദിന്റെ പ്രധാന കവാടത്തിന് മുകളിലും സോക്കൊള്ളു. മുഹമ്മദ് പാഷ മസ്ജിദിലും ഇംഗ്ലണ്ടിലെ ചില മ്യൂസിയങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. ഹജറുൽ അസ്വദിന്റെ ഉത്ഭവം ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു നിഗൂഢതയാണ്. ഉൽക്കാശില, പ്യൂമിസ്, ഇംപാക്ടൈറ്റ് തുടങ്ങിയ സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഈ കല്ലിന്റെ സ്വർഗീയ ഉത്ഭവം ഇസ്ലാമിക വിശ്വാസത്തിന്റെ ശക്തമായ തെളിവായി നിലനിൽക്കുന്നു. ഈ അത്ഭുതകരമായ കല്ലിനെ ഒരിക്കലെങ്കിലും സ്പർശിക്കാനും ചുംബിക്കാനും കാണാനുമുള്ള ഭാഗ്യം എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.